മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്ന വേങ്ങോളി പാലത്തിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, പശ്ചിമതീര കനാൽ വികസനത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. വടകരയിലെ വെങ്ങോളിയിലെ പാലത്തിന്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. 120 കോടി രൂപ ചെലവ് ചെയ്ത് വർക്കല, കഠിനംകുളം, വടകര ഭാഗങ്ങളിൽ നടത്തപ്പെടുന്ന ഡ്രഡ്ജിംഗ് ജോലികൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ, മുഖ്യ അതിഥിയായ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി സർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് സർ, വിശിഷ്ട അതിഥിയായ വടകര MP K മുരളീധരൻ സർ, ബഹുമാനപ്പെട്ട കുറ്റ്യാടി MLA കുഞ്ഞഹമ്മദ് ഊട്ടി മാസ്റ്റർ സർ, വടകര MLA KK രമ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ മറ്റു ജനപ്രതിനിധികളെ, വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ ഈ വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ ഭാഗമായി മാഹി പുഴയെയും കുറ്റ്യാടി പുഴയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 17.61 കിലോമീറ്റർ ദൈർഘ്യമുള്ള വടകര മാഹി കനാലിൻ്റെ 5 റീച്ചുകളിലായി പ്രവർത്തനം ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. ഇതിൽ പ്രധാനമായും ഉള്ള ഒരു വെങ്ങോളി എന്ന സ്ഥലത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പ്രവൃത്തിയുടെ റിപ്പോർട്ട് അവതരണമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഏറെ സന്തോഷവും അഭിമാനത്തോടും കൂടി ഞാൻ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. കോവളം ബേക്കൽ പശ്ചിമതീര ജലപാതയുടെ ഒരു പ്രധാന ഭാഗമാണ് വടകര മാഹി കനാൽ. തെക്ക് കുറ്റ്യാടി പുഴയെയും വടക്ക് മാഹി പുഴയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 17.61 കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ ദേശീയ ജലപാത നിലവാരത്തിൽ വികസിപ്പിക്കുന്നതിനായി 7 പാലങ്ങളും 2 ലോക്കം ബ്രിഡ്ജുകളും നിർമ്മിക്കേണ്ടതുണ്ട്. ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന വെങ്ങോളി പാലം കൂടാതെ 2 പാലങ്ങൾ ഇതിനകം പൂർത്തിയാവുകയും 2 ലോക്കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നു വരികയുമാണ്. വടകര മാഹി കനാലിന് കുറുകെയുള്ള പാലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാലമായ വെങ്ങോളി പാലത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഉൾനാടൻ ജലഗതാഗത വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം ഏറാമല പഞ്ചായത്തിലെ കാർത്തികപ്പള്ളിയെയും പുറമേരി എടച്ചേരി പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇടതുകരയിൽ വടകര നിയമസഭാ മണ്ഡലവും വലതുകരയിൽ കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുമാണ് ഉൾപ്പെടുന്നത്. 2017 മാർച്ച് 17-ന് 22 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച ഈ പദ്ധതിക്ക് 2020 മാർച്ച് 13-ന് 19.3 കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നു. പ്രവൃത്തിയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തത് TA അബ്ദുൾ റഹ്മാൻ, ജാസ്മിൻ ഹൗസ്, കാസർഗോഡ് എന്ന കോൺട്രാക്ടറാണ്. 2020 മെയ് 29-ലെ നിർമ്മാണ കരാർ പ്രകാരം 2 വർഷം കാലാവധിയോടെ 5/6/2020-നാണ് ഈ പ്രവൃത്തിയുടെ സൈറ്റ് കോൺട്രാക്ടർക്ക് കൈമാറിയത്. കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. പ്രസ്തുത നിയന്ത്രണങ്ങളും പാലത്തിന്റെ അപ്രോച്ചിന് റോഡിനുള്ള സ്ഥലമെടുപ്പ് നടപടികൾ വൈകിയതും മൂലം നിർമ്മാണ പുരോഗതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ദേശീയ ജലപാത മാനദണ്ഡമനുസരിച്ച് ജലയാനങ്ങൾക്ക് കടന്നു പോകാനായി ഉയർന്ന വേലിയേറ്റ നിരപ്പിൽ നിന്നും 6 മീറ്റർ ഉയരം ലഭിക്കത്തക്ക വിധത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 32 മീറ്റർ നീളമുള്ള പ്രധാന സ്പാൻ MOST ഡിസൈൻ പ്രകാരം പ്രീ സ്ട്രെസ്സിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കനാൽ ബണ്ട് റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനായി ഇരുഭാഗത്തും 2 അണ്ടർ പാസുകളോടുകൂടി നിർമ്മിച്ച ഈ പാലത്തിന് മൊത്തം 62 മീറ്റർ നീളമുണ്ട്. 7 മീറ്റർ വീതിയിലും റോഡും ഇരുവശത്തുള്ള ഫുട്പാത്തും ഉൾപ്പെടെ പാലത്തിനാകെ 11.3 മീറ്റർ വീതിയാണുള്ളത്.
പാലവും അപ്രോച്ച് റോഡും 2 അണ്ടർപാസുകളും ഉൾപ്പെടെയുള്ള പ്രവൃത്തിയുടെ കരാർ തുക 17.06 കോടി രൂപയാണ്. അപ്രോച്ച് റോഡിന് വേണ്ടി ഏറാമല, എടച്ചേരി, പുറമേരി വില്ലേജുകളിലായി ആകെ 46 സെന്റ് സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. 17.11 കോടി രൂപയാണ് ഈ പ്രവൃത്തിക്ക് ചെലവായിട്ടുള്ളത്. ഇല്ലൻ നാവിഗേഷൻ കണ്ണൂർ ഡിവിഷന് കീഴിലുള്ള ഇല്ലൻ നാവിഗേഷൻ വടകര സബ് ഡിവിഷനും അനുബന്ധ സെക്ഷനായ ഇല്ലൻ നാവിഗേഷൻ സെക്ഷൻ 2 വടകരയും മുഖേനയാണ് ഈ പദ്ധതിയുടെ നിർവഹണം നടത്തിയത്. ഡയറക്ടർ ഇല്ലൻ നാവിഗേഷൻ ഡയറക്ടറേറ്റ് കൊല്ലം, ചീഫ് എഞ്ചിനീയർ ഇല്ലൻ നാവിഗേഷൻ ആൻഡ് കുട്ടനാട് പാക്കേജ് ആലപ്പുഴ എന്നീ മേലോഫീസുകൾ വഴിയാണ് ഈ പദ്ധതിയുടെ പുരോഗതി അവലോകനവും മേൽനോട്ടവും നടത്തിയിട്ടുള്ളത്. ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാവുന്ന വളരെ ഇടുങ്ങിയ ഒരു പാലമാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. പുതിയ പാലം പൂർത്തിയായതോടെ കാർത്തികപ്പള്ളിക്കും എടച്ചേരിക്കുമിടയിൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കാവുന്ന സുഗമമായ ഗതാഗത സൗകര്യമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. റോഡ് മാർക്കിങ്ങുകൾ, റിഫ്ലക്ടറുകൾ, ട്രാഫിക് സൈൻ ബോർഡുകൾ തുടങ്ങിയ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. എടച്ചേരി, പുറമേരി, നാദാപുരം ഭാഗങ്ങളിലുള്ളവർക്ക് വടകര, വില്യാപ്പള്ളി ഭാഗങ്ങളിലേക്കും തിരിച്ചു വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. വടകര മാഹി കനാലിൻ്റെ എല്ലാ റീച്ചുകളിലെ നിർമ്മാണം പൂർത്തിയാവുന്ന മുറയ്ക്ക് ജലഗതാഗതം ആരംഭിക്കുവാനും ബോട്ട് ജെട്ടികൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ്. ഈ പദ്ധതിയുമായി സഹകരിച്ച വിവിധ തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്കും നല്ലവരായ നാട്ടുകാർക്കും മാധ്യമപ്രവർത്തകർക്കും വകുപ്പിൻ്റെ നന്ദി അറിയിക്കുന്നു. ജനങ്ങളുടെ ചിരകാലാഭിലാഷമായ ഈ പാലം സമീപ പ്രദേശങ്ങളുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് വഴിതെളിയിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ജയിക്കൻ. താങ്ക് യു. പാലത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും മന്ത്രിയെ അനുഗമിക്കുന്നതിനായി സ്നേഹാദരത്തോടെ പാലത്തിലേക്ക് ക്ഷണിച്ചു കൊടുത്തു.